വീഡിയോ ഞങ്ങൾ ഓൺ വോയിസ് തന്നെയാണ് കേട്ടോ. ഇനി പറ്റുന്നത്ര വീഡിയോസൊക്കെ ഓൺ വോയിസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ഇപ്പോൾ 8ന്റെ പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. നിൻ്റെ മാങ്ങ 8ന്റെ പണി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ സംഭവം എന്നറിയോ? ഇതാണ് 8ന്റെ പണി, വേറെ അല്ല കേട്ടാ. ഇതിപ്പോ ശാവാട്ടം തന്ന 8ന്റെ പണി നോക്കിക്കോളി. ഈ രാത്രി ആയപ്പോ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരാള് മീൻ വാങ്ങിയിട്ടേ, ഒരാള് സ്റ്റിക്കർ വാങ്ങി. നേരെ മീനും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരണം എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തുട്ടാട്ടോ. അതും കുഞ്ഞമ്മത്തി. ഇനി ഫ്രിഡ്ജില്ലാത്ത നമുക്കിത് എവിടെ എടുത്തു വെക്കാൻ പറ്റില്ല, നന്നാക്കാണ്ട് രക്ഷയില്ല. അതിലിടാൻ വേണ്ടി മാങ്ങ കൊടുത്തു വിട്ടതാണ്. ഇതാ എൻ്റെ മക്കള് 2 പൊറോം തിന്ന്, 2 പൊറോം. അമ്മക്ക് പ്രാങ്കിയതാ അമ്മേനെ പ്രാങ്കിയതാണ് ഇത്. മാങ്ങ മുറിച്ചെടുത്തിട്ട് പൊന്നൂന് ഞങ്ങളൊരു പ്രാങ്ക് വീഡിയോ കൊടുത്തട്ടോ. അന്നേരം എനിക്കിട്ട് പ്രാങ്കിയതാ പോലും ഇത്. അതിന്റെ മാങ്ങന്റെ മുറി പൊളിച്ചെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നെ പ്രാങ്കിയതാണ്. ഞാൻ പറയുമല്ലോ, നിങ്ങളത്തെ വീഡിയോ എടുക്കുമ്പോ പറയില്ലേ, അതെന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ പോലെ. എന്താ പറ്റിക്കാൻ നല്ല ചമ്മിപ്പോയില്ലേ. ഇതാണ് മാങ്ങേന്റെ അവസ്ഥ. ഇനിയിപ്പോ ഇതിനകത്തേക്ക് നമ്മൾ പുളിയോ തക്കാളി എന്തെങ്കിലും ഇടേണ്ടി വരും കേട്ടോ. അതിന്റെ ഒരു പുളിയാണ് ഇത്. അരി എടുക്കണ്ട അടക്കെ. അരി അരക്കാനുണ്ട് കേട്ടോ. അരി അരച്ചിട്ടില്ല. നമ്മൾ വൈകുന്നേരം ഇന്ന് നെയ്യപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വൈകുന്നേരം ഇത് ചായക്ക് കറി നെയ്യപ്പം. കുഞ്ഞൻ തിന്നിട്ട് തന്നെ എല്ലപ്പയിൽ വെച്ചിരുന്നതാ. വൈകുന്നേരം നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അരി കുറച്ചുണ്ടായിരുന്നു ഇവിടെ ബാലൻസ് അരക്കാൻ. അന്നേരം ഞാൻ അതെന്താക്കി, ദോശക്ക് നാളെ അരക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. ചക്കു വീഡിയോ മര്യാദക്ക് എടുക്കണേ ചക്കു, അവിടെ ഇവിടെ പിടിക്കല. ചക്കരയാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ, അങ്ങനെ നേരെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുഞ്ഞു എടുത്തു അന്നേരം മര്യാദ ഇതിനാരടി ഇവിടെ കേട്ടുന്നു. ഇതിന് മേലെ കയറ്റില്ല. ഇതിന്റെ ഏണി ഇരുന്ന് കൊണ്ടേ വലിച്ചത്. അവളെ ഏണിയാണ് കസാര. അവളെ ഏണി വെച്ചിട്ട് ഇങ്ങോട്ട് കയറി മിക്സിയുടെ സ്വിച്ച് ഓണാ. അന്നേരം നമുക്ക് ദോശക്കരക്കാൻ തേങ്ങ ചേരണ്ടട്ടാ. തേങ്ങ ചേർന്നിട്ട് ദോശക്കരക്കാം. അതിന്റെ മോള് കയറിയിട്ട് എന്തെങ്കിലും വിക്രസ് പണിയെടുത്താൽ ഞാൻ അടിക്കുവേ. അമ്മമ്മക്ക് കൊടുക്കാൻ ഇവള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മമ്മ കൊടുത്തിട്ടില്ലേ. അന്നേരം അമ്മമ്മ അലക്കാൻ പോയി. അന്നേരം തേങ്ങ ചേരണ്ടട്ടാ. അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരി അരക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാതെ പറയാം. മിക്സീന്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഭാഗം എടുക്കാണ്ട് വിട്ടത് കേട്ടോ. അവിടെ ഒരാളിതാ വൈകുന്നേരത്തെ ചായ ബാക്കിയിട്ട് അത് അവിടെ ഇരുന്നതാ കുടിക്കുന്നുണ്ട്. ഏതെങ്കിലും നേരത്തൊക്കെ ചായ കുടി. ഇനിയിപ്പോൾ രാത്രി ചോറ് തീറ്റ കണക്കായിരിക്കും കേട്ടോ. ചോറ് തിന്നും പിന്നെ ഇവിടെ ഒരു അംഗം നടക്കണം. എനിക്ക് ചോറ് വേണ്ട. ഇപ്പൊ തന്നെ നേരത്തെ ജാതി എടുത്തില്ല. എനിക്ക് ചോറ് വേണ്ട. ഇതുപോലെ തിന്നാൻ മടിയുള്ള ഒരു സാധനം വേറെ എവിടെ ഉണ്ടാവില്ല. ഇതാണ് എനിക്കിഷ്ടം. കട്ടൻ ചായ കുടിക്കലാണ് എനിക്കിഷ്ടം അല്ലേ. കറണ്ട് മങ്ങുന്തോറും ഇതിന്റെ ഇതും പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു. അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമുക്ക് ദോശ ചുടാം. നാളെ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നാളെ വൃശ്ചികം 1 കേട്ടോ. അന്നേരം ഞാൻ ഇറച്ചിയും മീനൊന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കെട്ടിയവൻ ഇമാതിരി ഒരു പണിയും കൊണ്ട് വന്നത്. എന്താ ചെയ്യാന്ന് പറയാ. ഈ പുളിയും കഴിഞ്ഞിട്ട് രാത്രി പോയിട്ട് മീൻ നന്നാക്കുവാന്ന് പറയുന്ന പോലെ ഭ്രാന്ത്. അന്നേരം ഇനി പോയിട്ട് നേരെ പോയി മീൻ നന്നാക്കാൻ പോവുക. അല്ലാണ്ട് ഇപ്പൊ രക്ഷയില്ലല്ലോ. എന്താ ചെയ്യല്ലേ. എല്ലാവർക്കും ഉണ്ടാവൂലോ ഇതുപോലെ മടി രാത്രി മീൻ നന്നാക്കുന്നു. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അമ്മനെ കള്ള് കൊണ്ടുപോട്ടെ. ഈ മീനൊന്ന് നന്നാക്കട്ടെ കേട്ടോ. ഇനി നന്നാക്കി കഴിഞ്ഞിട്ട് ആടി കുഞ്ഞിന്റെ അച്ഛൻ രാത്രി കടി ഉണ്ടാക്കാൻ ഇനി നാളല്ലേ കടി ഉണ്ടാക്കാം നമ്മള്. ദോശ ഇപ്പൊ വെട്ടാനോ? ഇത് എങ്ങനെ രാവിലെ വെട്ടാൻ പറ്റും?
മൂടി വെച്ച നാളേക്ക് കേട് വരും മീന്. വെള്ളം ഒഴിച്ചു വെച്ചാലും കേട് വരുമോ? എന്ത് ചെയ്യാ? അങ്ങനെ വെച്ചാലൊക്കെ കേട് വരൂടെ കണ്ണാ? ഇത് ഞാറ്റി മുച്ച ഇത് ഇനി അവിടെ വെക്കണം. എന്തിന്? അവിടെ വെച്ചിട്ട് ആരെ കൊണ്ടുപോകില്ലല്ലോ. ആറ്റോട് മനച്ച് കൊണ്ടുവെക്കുമതില്ലോ. ചട്ടിച്ചിട്ട് മൂടി വെക്കതില്ലോ. ഒന്നും കയറില്ല. നമുക്കറിയില്ലല്ലോ, കുട്ടി നേരത്തെ പറയണ്ടേ? ഞാൻ അപ്പാണ് പറഞ്ഞത്. അയ്യോ, ഇപ്പൊ ഓർമ്മ വന്നതാണോ? അന്നേരം നമ്മളെ മീനൊക്കെ നന്നാക്കി നമ്മളിതാ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങിയിട്ടിട്ടാണ് വെച്ചത്. മാങ്ങ പകുതി നമ്മളെ മക്കൾ തിന്നതുകൊണ്ടെന്നെ ഞാൻ ലേശം കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. അന്നേരം മീൻകറി ഇവിടെ ഇരുന്നാവട്ടെ. അന്നേരം മഴ ചാറുന്നുണ്ട് കേട്ടോ. അന്നേരം അതിന്റെ ചടപടേ ശബ്ദങ്ങൾ കേൾക്കുന്നു. ബൾബിന്റെ വെളിച്ചം കൊണ്ട് അമ്മേന്റെ ബൾബിന്റെ വെളിച്ചം കൊണ്ട് എന്നെ കാണുന്നില്ലേലും കുഴപ്പമില്ല. നല്ല പുകയുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് അകത്ത് കുറച്ച് പണികളുണ്ട്. ബാ വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ ഷാമാട്ടൻ എന്താക്കി ഒരു പാക്കറ്റ് പൊറോട്ട കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2-3 ദിവസം നമ്മൾ ഇടക്കിടക്ക് കൊണ്ടുവന്നിട്ട്. പക്ഷേ ഈ പ്രശ്നം എന്താ വെച്ചാൽ അത് അമ്മക്ക് തിന്നാൻ കൊണ്ടുവന്നെ. അരിയിലൊരു പ്രശ്നം എന്ന് വെച്ചാല് ഭയങ്കര ടെമ്പറാണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ചൂടാക്കിയ അങ്ങനെ കുട്ടിക്ക് തരും. ചൂടാക്കി അവിടെ തന്നെ തിന്നുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുറച്ച് ഭയങ്കര ടെമ്പറാവും. എന്നാലും ഇനി രാത്രി പൊറോട്ടയും മീൻകറിയാണ്. ഇന്നിപ്പോ രാത്രി പൊറോട്ടയും മീൻകറിയും ഇനി കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. അപ്പൊ കാല് നമ്മള് രാവിലെ അലക്കിയ തുണികളൊന്നും മടക്കി വെച്ചിട്ടില്ല കേട്ടോ. അന്നേരം അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് ഇവിടെ ഒരാൾ ഇതാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പഠനത്തിലാണ് കേട്ടോ. അന്നേരം നമ്മളാൾ ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്യണ്ട. എന്താ പരീക്ഷ? സോഷ്യലിന്റെ പരീക്ഷ. എന്താ പരീക്ഷ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച സോഷ്യലിന്റെ പരീക്ഷയാണ്. പൊന്നൂസിന് മിഡ് ടേം എക്സാം അല്ലേ? നേരെ പൊന്നൂസിന് പരീക്ഷ ആയതുകൊണ്ട് പൊന്നൂസ് പഠിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥൈലം മഴയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. തുണികളില്ലേ രാവിലെ ഇറക്കിയിരുന്നാണ് കേട്ടോ. മടക്കി വെക്കുമ്പോ ഈ നേരാവും. ഈ നേരമല്ല, ചിലപ്പോ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മടക്കി വെക്കൂട്ടാ. അന്നേരം ഇന്ന് ഇങ്ങോട്ടേക്ക് ആരും വന്നില്ലല്ലോ. വൈകുന്നേരം മീനും അതൊക്കെ ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. ഇടി പൊട്ടുന്നുണ്ട്. പൊട്ടിയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്താന്നറിയില്ല, വാതിലടച്ചേക്ക്. നമ്മളവിടെ മാത്രാണ് ഇങ്ങനെ മഴ. എല്ലായിടത്തും മഴ മിന്നലുണ്ട്. മിന്നല് വാതിലടക്കി മിന്നലുണ്ട്. ഈ തുണി മടക്കി വെച്ചിട്ട് ഇന്നത്തേക്ക് മീൻകറി ഏകദേശം ആവും. പൊറോട്ടയും ചൂടാക്കിയിട്ട് തിന്നുവാ. അതാണ് ഇങ്ങനത്തെ പരിപാടി. നമ്മ പൊറോട്ട ചൂടാക്കുന്നതിന്റെ മുന്നേ നമ്മളെ ചക്കര എന്റെ കാല് തുന്നി കൊടുക്കണം. ചക്കര കഴിഞ്ഞ ദിവസം കളിച്ചിട്ട് കാലെന്തോ പറ്റീനോ, ഭയങ്കര വേദന. ഇനിയിപ്പോൾ ചക്കരേൻ്റെ കാലൊക്കെ ഒന്ന് തുന്നി കൊടുക്കണം. സെപ്പറേറ്റ് മടക്കി വെക്കുന്ന കേട്ടോ. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് മടക്കി വെക്കും. എടുത്തുണ്ടാക്കാനുള്ള എളുപ്പത്തിനാണ് സെപ്പറേറ്റ് മടക്കി വെക്കുന്നത്. എന്റെ കാലിന് കുഞ്ഞാപ്പൂന്റെ തുണിയിലുണ്ട്. ഞാൻ അതുകൊണ്ട് ചവിട്ടി പോയിന്നെ. ഇതിനകത്ത് കാണുന്നുണ്ടമ്മത് നീല കളർ ഉണ്ട്. എന്തോ തട്ടിട്ട് പറയുന്നില്ല. നേരെ ചക്കുവിന്റെ കാലൊക്കെ കുഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ കറി അവിടെ റെഡി ആയിട്ടാ. ബാക്കി എണ്ണ ഞാൻ എന്റെ കാലിൽ അങ്ങ് തേക്കട്ടെ. നമ്മളിതാ പൊറോട്ട ചൂടാക്കാൻ പോന്നാട്ടാ. ഈ പൊറോട്ടയും കൂടെ ചൂടാക്കിയാ നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ ഭയങ്കര നേരെ നമ്മളിനി ഓരോരോ പൊറോട്ട ഇത് ചൂടാക്കി പൊറോട്ട ടമാറ്റർ വേണ്ട, നമുക്ക് മാത്രം മതി. അച്ചക്ക് വേണ്ടാന്ന്. അച്ഛൻ വാങ്ങിയത് അച്ഛൻ തിന്നണം. അതന്നെ, അച്ഛൻ വാങ്ങിയത് അച്ഛൻ തിന്നണം. അച്ഛൻ വാങ്ങിയത്
ആ എന്നാ തിന്നണം അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടാ. അന്നേരം നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നേരം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ പറയുന്നു. ബൈ ബൈ. നാളെ കാണാൻ പറയും. ഓക്കെ, സീ യു പറയും.